ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഹണി കേക്കാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന നാട്ടിലെ ബേക്കറിയിൽ കിട്ടുന്ന ഹണി കേക്ക്സ് ഇല്ലേ, ആ ഹണി കേക്കാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഹണി കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 2 മുട്ട, പിന്നെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 100 ഗ്രാം ബട്ടർ, 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ വനില എസൻസ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബേക്കിംഗ് ട്രേ. ഇത് 8 ഇഞ്ച് സ്ക്വയർ ബേക്കിംഗ് ട്രേ ആണ്. ഇതിൽ ഞാൻ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ബട്ടറും പൊടിച്ച പഞ്ചസാരയും കൂടെ ഒന്ന് നന്നായി അടിച്ചെടുക്കാം. നമ്മുടെ ബട്ടറും ഷുഗറും നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മുട്ടയായിട്ട് ഒഴിച്ച് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും മൈദയും കൂടിയുള്ള മിക്സ്ചർ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ബാച്ച് ബൈ ബാച്ചായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസും ഓറഞ്ച് ജ്യൂസും ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാനിതിൽ ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് നമുക്ക് ഇതിൽ നല്ലൊരു ടെക്സ്ചറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി ഞാനിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്യാം, അതിൻ്റെ എയർ ബബിൾസ് ഒന്ന് റിലീസ് ചെയ്യാനായിട്ടാണ്. ഇനി ഇത് നമുക്ക് 180 ഡിഗ്രീസിൽ ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മുടെ ഹണി കേക്കിനൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഹണി സിറപ്പ് വേണം. അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് ഹണി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെള്ളം, പഞ്ചസാര, ഹണി, ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് നമ്മൾ പഞ്ചസാര ഒന്ന് അലിയണ വരെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇത് നമുക്കൊരു തിന്നായിട്ടുള്ളൊരു സിറപ്പാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരമായിട്ട് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ആ ഷുഗർ ഒന്ന് മെൽറ്റാണ് വരെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഷുഗറൊക്കെ നന്നായി മെൽറ്റായി. ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ ഹണി കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ജാം ടോപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 3 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, 3 ടേബിൾ സ്പൂൺ വെള്ളം, 3 ടേബിൾ സ്പൂൺ ജാം. ഇത് മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏത് ജാമാണെങ്കിലും യൂസ് ചെയ്യാം. സ്ട്രോബെറി അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് ഇതിന് ഏറ്റവും നല്ലത്. ജാം ടോപ്പിങ്ങിനായിട്ട് ആദ്യം നമുക്ക് ജാമും വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു സ്പ്രെഡബിൾ കൺസിസ്റ്റൻസി കിട്ടാനായിട്ടാണ് ഞാനിതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ചെറുതായി കുറുക്കിയെടുക്കാം. ജാം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നത്. ബാക്കി 1 ടേബിൾ സ്പൂൺ ഡെക്കറേഷനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇതിപ്പോൾ നല്ലൊരു സ്പ്രെഡബിൾ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്ക് കൂടെ ബേക്കായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് നമുക്ക് പ്ലേറ്റ് ചെയ്ത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. കേക്ക് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാനൊരു ഡീപ്പായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോഴത്തേക്കും ഇത് പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡീപ്പായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇത് നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹണി സിറപ്പ് ചെറിയ ചൂടോടുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഹണി കേക്ക് നന്നായി സോക്കായിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം.
ഇനി ഇത് നമുക്ക് സ്ലൈസ് ചെയ്ത് പ്ലേറ്റ് ചെയ്യാം. ഹണി കേക്ക് ഞാൻ ഇവിടെ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ബേക്കിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളുടെ ഫാമിലിനെയും ഗസ്റ്റിനൊക്കെ വളരെ നന്നായിട്ട് ഇംപ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ഇന്നോവേറ്റീവ് റെസിപ്പീസ്.